എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എംഐയുടെ ഏറ്റവും പുതിയ പവർ ബാങ്കായ പവർ ബാങ്ക് 3i കുറച്ച് വിശേഷങ്ങളാണ്. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഒരു അൺബോക്സിംഗ് കണ്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്കിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് MI പവർ ബാങ്ക് 3i 10,000 mAh 18 watt ഫാസ്റ്റ് ചാർജിംഗ് എന്ന് എഴുതിയിരിക്കുന്നതാണ്. തൊട്ട് താഴെ 3 കാര്യങ്ങൾ അവർ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് പോർട്ട്, അതുപോലെ തന്നെ സ്മാർട്ട് പവർ മാനേജ്മെൻറ്റ്, കൂടാതെ അഡ്വാൻസ്ഡ് 12 ലെയർ ചിപ്പ് പ്രൊട്ടക്ഷൻ. അതിന് താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പവർ ബാങ്കിൻ്റെ ഫോട്ടോയാണ്. പിന്നെ നമുക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. രണ്ട് സൈഡിൽ നോക്കിയാൽ MI പവർ ബാങ്ക് 3i 10,000 mAh എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഏറ്റവും പുറകിൽ നോക്കുകയാണെങ്കിൽ 10,000 mAh MI പവർ ബാങ്ക് സ്പെസിഫിക്കേഷൻസ് ആണ് ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് MRP എന്ന് പറയുന്നത് 1,299 രൂപയാണ്. എന്നാൽ നമുക്കിത് കിട്ടുന്നത് 899 രൂപയ്ക്കാണ്. മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 2020. അപ്പോൾ ഏറ്റവും പുതിയ പവർ ബാങ്ക് തന്നെയാണ് നമുക്കിതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നമുക്കിനി ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്ക് എന്ന് പറയുന്നത്. എന്തായാലും അത് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. കൂടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ബോക്സിൽ കണ്ടതുപോലെ നമുക്ക് ഈ ഒരു പവർ ബാങ്കിൻ്റെ കൂടെ ലഭ്യമാകുന്നത് ഒരു മിനി USB കേബിളും കൂടാതെ ഒരു യൂസർ മാനുവലുമാണ്. അല്ലാണ്ട് യാതൊന്നും തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു പവർ ബാങ്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് 2 കളേഴ്സിലാണ് ഈ ഒരു പവർ ബാങ്ക് ലഭ്യമാകുന്നത്. ഒന്നെന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഡാർക്ക് ബ്ലൂ കളറും കൂടാതെ ഒരു ബ്ലൂ കളറുമാണ്. ഇതിന് പൊതുവേ നമ്മുടെ MIയുടെ വെബ്സൈറ്റിലായാലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ വെബ്സൈറ്റിലായാലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലാക്ക് കളറിനാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 2 കളേഴ്സിന് നമുക്ക് 899 രൂപയ്ക്കാണ് ഈ 2 വെബ്സൈറ്റുകളിൽ നിന്നും ലഭ്യമാകുന്നത്. ഇനി ഈ ഒരു പവർ ബാങ്കിൻ്റെ ഫിസിക്കലി നോക്കുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് MI എന്ന് അവർ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് യാതൊന്നും തന്നെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. ഒരു സ്ലിപ്പറി ടൈപ്പ് ഡിസൈനാണ് ആക്ച്വലി നമുക്ക് ഈ ഒരു പവർ ബാങ്കിൻ്റെ കൂടെ ലഭ്യമാകുന്നത്. വേറെ ഒന്നുമല്ല, ഈ ഒരു പവർ ബാങ്ക് 2iയിൽ എന്ത് ഡിസൈനാണോ ആ സെയിം തന്നെയാണ് നമുക്ക് ഈ ഒരു 3iയിലും ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഏറ്റവും മുകളിൽ നോക്കുകയാണെങ്കിൽ 2 USB പോർട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു Type C പോർട്ട് കാണാൻ സാധിക്കും. അതിന് തൊട്ടടുത്തായിട്ടൊരു മൈക്രോ USB പോർട്ട് കാണാൻ സാധിക്കും. ഈ 2 പോർട്ടുകളുടെയും താഴെയായിട്ട് 4 LED ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ കാണാൻ സാധിക്കും. ഇനി പവർ ബാങ്കിൻ്റെ ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ 10,000 mAh എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഒരു പവർ ബാങ്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 14.78 സെൻറ്റിമീറ്ററും വിഡ്ത്ത് എന്ന് പറയുന്നത് 7.39 സെൻറ്റിമീറ്ററും ഡെപ്ത് എന്ന് പറയുന്നത് 1.53 സെൻറ്റിമീറ്ററുമാണ്. ഇനി ഈ ഒരു പവർ ബാങ്കിൻ്റെ വെയിറ്റ് പറയുവാണെങ്കിൽ ആക്ച്വലി 2iനേക്കാളും കൂടുതൽ തന്നെയാണ്. അതായത് 2iന് 275 ഗ്രാമാണ്. ഇതിനകത്ത് പക്ഷേ നമുക്ക് മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു ബോക്സിലും മെൻഷൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വെബ്സൈറ്റുകളിലും ഫ്ലിപ്കാർട്ടിൽ നോക്കിയാലും അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിയാലും ഈ ഒരു പവർ ബാങ്കിൻ്റെ വെയിറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു 300 ഗ്രാമിന് അല്ലെങ്കിൽ 300 ഗ്രാമിന് മുകളിൽ ഉറപ്പായിട്ടും ഉണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ ഓൾറെഡി ഈ ഒരു 2i അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 2i നമ്മുടെ കയ്യിൽ പിടിക്കുന്നതിൻ്റെ അത്രയും കംഫർട്ട് എനിക്ക് ഈ ഒരു 3iയിൽ നിന്നും ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു പവർ ബാങ്കിനെ കുറിച്ചിട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ഈ ഒരു 2iയും അതുപോലെ തന്നെ 3iയും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. 18 വാട്ടിൻ്റെ 2way ഫാസ്റ്റ് ചാർജിംഗ് ആണ് നമുക്ക് ഈ ഒരു പവർ ബാങ്കിൻ്റെ കൂടെ ലഭ്യമാകുന്നത്. എന്താണ് ഈ ഒരു 18 വാട്ട് 2way ഫാസ്റ്റ് ചാർജിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ആയാലും ഔട്ട്പുട്ട് ആയാലും രണ്ടിലും നമുക്ക് 18 വാട്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമുക്കൊരു 18 വാട്ട് ചാർജർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു പവർ ബാങ്ക് 4 മണിക്കൂർ കൊണ്ട് ഫുള്ള് ചാർജ് ആവുന്നതാണ്. അതല്ല നിങ്ങളുടെ കയ്യിൽ 10 വാട്ടിൻ്റെ ഒരു നോർമൽ ചാർജറാണ് ഉള്ളതെങ്കിലും കുഴപ്പമൊന്നുമില്ല. 6 മണിക്കൂർ മുതൽ ഒരു 7 മണിക്കൂറിനകത്ത് ഇത് 100% ചാർജ് ആകുന്നതാണ്. കൂടാതെ നമുക്ക് ഈ ഒരു പവർ ബാങ്ക് ഒരേ സമയത്ത് നമുക്ക് 2 ഡിവൈസ് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പവർ ബാങ്കിൽ Type C പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ മേടിക്കുന്ന എല്ലാ മൊബൈൽ ഫോണുകളും എന്ന് പറയുന്നത് Type C പോർട്ട് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മൊബൈൽ ഫോണിന് വേണ്ടി ഒരു ലെങ്തി ആയിട്ട്, അതായത് നമ്മുടെ ഈ പവർ ബാങ്കിൻ്റെ കൂടെ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ചെറിയൊരു മിനി കേബിളാണ് ലഭ്യമാകുന്നത്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ, അതായത് Type C ആയിക്കോട്ടെ അതുപോലെ തന്നെ മൈക്രോ USB കേബിളുള്ളൊരു ചാർജർ ആയിക്കോട്ടെ, ഏത് തന്നെ ആയാലും ആ ഒരു ലെങ്തി കേബിൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്യാം എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു Type C എന്ന് പറയുന്നത്
ഇൻപുട്ട് ആണ്, ഒരിക്കലും ഔട്ട്പുട്ട് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് സിയിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു പവർ ബാങ്കിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് 12 layers ഓഫ് പ്രൊട്ടക്ഷൻ ലഭ്യമാകും എന്നുള്ളതാണ്. എന്തായാലും ഒരു 7500 മുതൽ 8000 mAh നമുക്ക് ഈ ഒരു പവർ ബാങ്കിൽ നിന്നും ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പവർ ബാങ്കിനെ കുറിച്ചിട്ട് നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഒരു പവർ ബാങ്ക് 2i അതുപോലെ തന്നെ 3i തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു ടൈപ്പ് സി പോർട്ടാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. 2iലാണെങ്കിൽ നമുക്ക് അത് കാണാൻ സാധിക്കത്തില്ല. രണ്ടാമതെന്ന് പറയുന്നത് ഈ ഒരു സ്വിച്ച്, പവർ ഓൺ ഓഫ് ബട്ടൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് അവർ ഇതിനകത്താണെങ്കിൽ സർക്കിളാക്കി, മറ്റിലാണെങ്കിൽ സ്ക്വയർ ആണ്. മൂന്നാമെന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് 12 layers ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്നാൽ 2iലാണെങ്കിൽ 9 layers ഓഫ് പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഈ ഒരു പവർ ബാങ്കിൽ നമ്മുടെ 2i ഉള്ളതുപോലെ തന്നെ ലോ പവർ മോഡുണ്ട്. അതായത് ജസ്റ്റ് ഈ ഒരു പവർ ബാങ്ക് ഓൺ ആക്കിയതിന് ശേഷം ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലോ പവർ മോഡ് ഓൺ ആവുന്നതാണ്. ആ ഒരു പവർ മോഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മുടെ ബാൻഡും അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചൊക്കെ നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. എന്തായാലും ഈ ഒരു പവർ ബാങ്കിനും അതായത് 3iക്കും 2iനും സെയിം റേറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഫ്ലിപ്കാർട്ടിലാണെങ്കിലും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണെങ്കിലും 899 രൂപ എന്നുള്ളത്. ഇനി നിങ്ങൾ ഈ ഒരു പവർ ബാങ്ക് മേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും ഈ ഒരു പവർ ബാങ്ക് മേടിച്ചു കഴിഞ്ഞാൽ. അതല്ല നിങ്ങൾക്ക് അത് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പവർ ബാങ്ക് മേടിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു 12 layers പ്രൊട്ടക്ഷനും ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ഈ ഒരു ഹെവിനെസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സഹിക്കാമെങ്കിൽ ഈ ഒരു പവർ ബാങ്ക് ആയിരിക്കും മേടിക്കുന്നത് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ 2i മേടിക്കുന്നതിൽ യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ഈ ഒരു മിനി USB കേബിൾ മാറ്റിയിട്ട് ഒരു ഡ്യുവൽ, അതായത് നമ്മുടെ റിയൽമി പവർ ബാങ്കിലൊക്കെ നമുക്ക് ലഭ്യമാകുന്നത് പോലെ USB മിനി പിന്നും അതുപോലെ തന്നെ നമ്മുടെ ടൈപ്പ് സി പിന്നും ഉള്ള ഒരു രീതിയിലുള്ള ഒരു കേബിൾ ആയിരുന്നു ലഭ്യമായതെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഇപ്പോഴും അതായത് 2020 സെപ്റ്റംബറിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത ഈ ഒരു പവർ ബാങ്കിലും അതും 899 രൂപ കൊടുത്ത് മേടിക്കുന്ന പവർ ബാങ്ക് 3iലും നമുക്ക് ലഭ്യമാകുന്നത് ഈ ഒരു USB മിനി കേബിൾ ആണ് എന്നുള്ളത് ഒരു വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. ട്രാവൽ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ ഫോണും ഇതൊക്കെ ആയിട്ട് കൊണ്ടുപോകാമെന്നേ ഉള്ളൂ. എന്തായാലും ഈ ഒരു പവർ ബാങ്ക് സാംസങ്ങിൻ്റെ M51 അല്ലെങ്കിൽ പോക്കോ പോലുള്ള മൊബൈൽ ഫോണുകളൊക്കെ ഉള്ള ആളുകൾ മേടിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റോട് കൂടി തന്നെ 2 സാധനങ്ങളും കൊണ്ടുപോകേണ്ടി വരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പോക്കോ X3 അതുപോലെ തന്നെ ഈ ഒരു സാംസങ് M51 ഒക്കെ ഉള്ള ആൾക്കാർ ഈ ഒരു പവർ ബാങ്ക് മാറ്റിയിട്ട് MIയുടെ 2i മേടിക്കുന്നതാണ്. MIയുടെ പവർ ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ MIയുടെ 2i മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത്. ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലിപ്പറി ടൈപ്പ് ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് വീഴാനായിട്ട്, അതായത് നമ്മുടെ കയ്യിൽ നമുക്ക് റഫായിട്ടൊന്ന് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നം തന്നെയാണ്. എന്നാലും ഇതൊക്കെയാണ്, ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു പവർ ബാങ്കിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.